ഇന്നും നല്ല ബ്യൂട്ടിഫുൾ സാരീസിന്റെ കളക്ഷൻസ് ഇന്ന് വരുന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കിലുള്ള സാരീസ് വരുന്നുണ്ട്. എല്ലാം നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും എല്ലാം ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് വരുന്നത് കേട്ടോ. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് സാരീസ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. അതിൽ ആപ്ലി കട്ട് വർക്ക് ആണ് സാരി വരുന്നത് കേട്ടോ. നല്ലൊരു ഡിസൈനർ പാറ്റേണിൽ വരുന്ന സാരീസ് ആണ്. ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. നല്ല കളർ പാലറ്റ്സിലുമാണ് സാരീസ് വരുന്നത്. ഫസ്റ്റ് വൺ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ലൈലാക് ബ്ലെൻഡഡ് പേർപ്പിൾ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. അതിൽ ഫുൾ ഒരു ആപ്ലി കട്ട് വർക്ക് ആണ് വരുന്നത്. സാരി സോഫ്റ്റ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. അതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ആ ഒരു സെയിം ടോണിൽ തന്നെ കണ്ടോ, ഈ ഒരു പാറ്റേണിൽ ഒരു നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ് ഒരു ആപ്ലി കട്ട് വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസിലാട്ടോ. രണ്ട് സൈഡിലും അപ്പറും ലോവറും ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വന്നിട്ട്. സിമ്പിൾ ക്രോഷ്യോ ലേസ് ആണ് എഡ്ജിൽ വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഇതായിരിക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. ഈ ഒരു പാറ്റേൺ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. 1 ലെയറിലും കണ്ടോ ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ. വളരെ തിൻ ഫാബ്രിക് ആണ്. ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല കളർ പാലറ്റ്സിലോട്ടോ എല്ലാ സാരീസും വരുന്നത്. പല്ലു ഫുൾ അതേ ആ ഒരു ആപ്ലി കട്ട് വർക്ക് തന്നെ ആയിരിക്കും മുന്തണിയിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് അതേ ആ ഒരു ക്രോഷ്യോ ലേസ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ബ്ലൗസ് മെറ്റീരിയൽ ഇതായിരിക്കും വരിക. സ്ലീവിൽ ആ ഒരു ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ നല്ലൊരു ടീൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് ഫാബ്രിക്. ബോഡി കംപ്ലീറ്റ് പ്ലെയിൻ വന്നിട്ട് ആ ഒരു ആപ്ലി കട്ട് വർക്കിലായിരിക്കും സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. നല്ല എലഗന്റ് ആൻഡ് സൂപ്പർ നല്ലൊരു കോമ്പിനേഷനിലുമാണ് സാരി വരുന്നത് കേട്ടോ. അതിലും ആ ഒരു ക്രോഷ്യോ ലേസ് വരുന്നത് ഒരു ലൈറ്റ് ടോണിലായിരിക്കും. ടീൽ ഗ്രീൻ്റെ തന്നെ ഒരു ലൈറ്റ് ടോണിലുള്ള ക്രോഷ്യോ ലേസ് വന്നിട്ട് എൻ്റയർ സാരി സെയിം സ്റ്റൈൽ. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ. നെക്സ്റ്റ് കളർ ഒരു ബ്ലെൻഡഡ് കളറാണ്. ഇതൊരു ചിക്കു, ഡാർക്ക് ചിക്കു, ആൻറ്റി ഗോൾഡ് ആൻഡ് ബേജ് ആ ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡിലാണ് സാരി വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. അതിന് ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും ആപ്ലി കട്ട് വർക്ക്, ഡബിൾ സൈഡ് സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും മുന്താണി വിത്ത് ബ്ലൗസ്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. ലാവൻഡർ, ലൈലാക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് നെക്സ്റ്റ് ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻ തന്നെ ആപ്ലി കട്ട് വർക്കിലായിരിക്കും സാരി എൻറ്റയർ സാരി വരിക. നെക്സ്റ്റ് കളർ വരുന്നത് ഐവറി ക്രീം ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആപ്ലി കട്ട് വർക്ക് വരുന്നത് ഫ്ലോറൽ ഡിസൈനിൽ തന്നെ. നെക്സ്റ്റ് കളർ വരുന്നത് മോ ടോൺ ആണ് സാരി വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ആപ്ലി കട്ട് വർക്ക് തന്നെ ആയിരിക്കും രണ്ട് സൈഡിലും വന്നിട്ട്. റണ്ണിങ് മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. ഇതൊരു ലൈറ്റ് ചിക്കു ആണ് സാരിയുടെ ആ ഒരു കളർ പാലറ്റ് പറയുകയാണെങ്കിൽ. അതിലും അതേ സ്റ്റൈലിൽ തന്നെയാണ് ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആപ്ലി കട്ട് വർക്ക് തന്നെ ആയിരിക്കും വരുന്നത് വിത്ത് ക്രോഷ്യോ ലേസ്. അടുത്ത സാരി എൻറ്റയർലി ഡിഫറെന്റ് ആട്ടോ ഇതുവരെ കണ്ടതിൽ നിന്നും. ഇത് വേറൊരു ലുക്കിൽ വരുന്നത് നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. ഇതിൽ കലംകാരി ഡിസൈൻസ് ആണ്. കലംകാരി ഡിസൈൻസിൽ സോഫ്റ്റ് സിൽക്ക് ആണ് സാരി വരുന്നത്. ഇതിലും കട്ട് വർക്ക് തന്നെ വരുന്നത്. സെൽഫ് കളറിൽ തന്നെയുള്ള കട്ട് വർക്ക് പാറ്റേൺ ആണ് വരുന്നത്. നല്ലൊരു കളറാട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ ടിൻറ്റഡ് ഗ്രേ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഫുൾ ആ ഒരു കലംകാരി ഡിസൈൻസ് ആയിരിക്കും. ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് നല്ല പാറ്റേണിലാണ് കട്ട് വർക്ക് ബോർഡർ. ഈ ഒരു പാറ്റേണിലായിരിക്കും കട്ട് വർക്ക് വരുന്നത്. അപ്പറും ലോവറും സെയിം സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഇതായിരിക്കും 1 ലെയറിൽ സാരി ഈ ഒരു നല്ലൊരു ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. ഡബിൾ സൈഡ് സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ഒരു കട്ട് വർക്ക് ബോർഡർ വന്നിട്ട് മുന്താണി സെയിം പാറ്റേൺ അതേ കട്ട് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും കട്ട് വർക്ക് തന്നെയായിരിക്കും വരുന്നത്. പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. സ്ലീവിൽ വരുമ്പോൾ സെയിം സാരിയുടെ അതേ ആ ഒരു കട്ട് വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. പേസ്റ്റൽ പീച്ച് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിൽ സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ തന്നെ കലംകാരിയിൽ തന്നെ ആയിരിക്കും ഫുൾ സാരി വന്നിട്ട്. രണ്ട് സൈഡിലും പീച്ചിൽ തന്നെയാണ് കട്ട് വർക്ക് ബോർഡർ വരുന്നത്. ഈ ഒരു ഇതായിരിക്കും കട്ട് വർക്കിലുള്ള ബോർഡർ. അതേ പാറ്റേൺ തന്നെ മുന്താണി. ബ്ലൗസിന്റെ ആ ഒരു സ്ലീവിലും സെയിം സ്റ്റൈലുള്ള ഒരു കട്ട് വർക്ക് ബോർഡർ വന്നിട്ട് പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. കലംകാരി ഡിസൈൻ തന്നെയാണ് ഫുൾ സാരിയിലും അതേ കലംകാരി പ്രിന്റ് വന്നിട്ട് സെയിം ടോണിൽ തന്നെ ടീൽ ഗ്രീനിൽ തന്നെ ആയിരിക്കും കട്ട് വർക്ക് ബോർഡർ. നല്ലൊരു സോഫ്റ്റ് ഗ്രേ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ. ബേസ് വരുന്നത് സോഫ്റ്റ് ഗ്രേ ആണ്. മൾട്ടി കളർ തന്നെയായിരിക്കും കലംകാരി ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ഗ്രേയിൽ തന്നെ ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എല്ലാ സാരീസിലും ആ ഒരു കട്ട് വർക്ക് ബോർഡർ വരുന്നത് വിത്ത് പല്ലു. അടുത്ത കളർ റോസ് ഗോൾഡും കോപ്പറും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. നല്ല ഷെയ്ഡ്സ് ആണ് എല്ലാ സാരീസും. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെയാണ് സാരിയിൽ ആ ഒരു കട്ട് വർക്ക് വരുന്നത്. രണ്ട് സൈഡിലും കട്ട് വർക്ക് വന്നിട്ട് സെയിം അതേ പാറ്റേൺ തന്നെയായിരിക്കും മുന്നണിയുടെ എൻഡിലും വരുന്നത്. പ്രിന്റഡ് ബ്ലൗസ് വിത്ത് കട്ട് വർക്ക് ബോർഡർ. വീണ്ടും ഫാബ്രിക് മാറിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വരുന്ന സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്ക് ആട്ടോ ഫുൾ വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഈ ടൈപ്പ് സാരി നമ്മൾ ബഗൽപൂരി ലിനനിൽ ചെയ്തിരുന്നു ലാസ്റ്റ് വീക്കിൽ. അതിന്റെ തന്നെ റീസ്റ്റോക്കിൽ വന്നതാണ്. ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് സിൽക്ക് ആണ്.
ബോഡിയിൽ കണ്ടു ഈ ഒരു സ്റ്റൈലായിരിക്കും, ഒരു മൾട്ടി കളറിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത്. നല്ല പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. നല്ല ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ മെറ്റീരിയൽ. കണ്ടോ, ഇതായിരിക്കും സാരിയുടെ ഒരു തിക്നെസ് വരിക. സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. സെയിം സ്റ്റൈൽ അതേ ആ ഒരു ഫ്ലോറൽ ആ ഒരു മോട്ടീവ്സ് ആയിരിക്കും. ഫ്ലോറൽ മോട്ടീവ്സ് എൻറ്റയർ ബോഡിയിലും വരുന്നുണ്ട്. രണ്ട് സൈഡിലും സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ബോർഡർ. പല്ലുവിലും അതേ പാറ്റേൺ തന്നെ വന്നിട്ട് ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ ഫുൾ വർക്കിലാണ്. ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും, ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്ന സാരിക്ക്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. ഡിഫറെന്റ് ഫാബ്രിക്കിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗന്റ് സാരീസ് ആയിരുന്നു എല്ലാം സാരീസും വന്നത്. അതിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതും ആ പേൾ ക്രീം തന്നെ, സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ. ആ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെ കേട്ടോ. അതേ ഫ്ലോറൽ മോട്ടീവ്സ് തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. നല്ല ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും ബോഡിയിൽ വരുമ്പം. ഒരു ബേബി പിങ്ക്, പീച്ച് ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട്. ബോർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈലാണ് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. സ്കാല ഫിനിഷിൽ തന്നെയായിരിക്കും കേട്ടോ ഫിനിഷ് ചെയ്യുന്നത്. ഇതിന്റെ മുൻപത്തെ സാരിയിൽ ഒരു സർക്കുലർ മോട്ടീവ്സ് ആയിരുന്നു എംബ്രോയിഡറി വർക്ക് വന്നത്. ഇത് വരുമ്പോൾ ഒരു ട്രയാങ്കിൾ മോട്ടീവ്സിലാണ് വർക്ക് വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. മുന്താണി സെയിം സ്റ്റൈൽ, ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ തന്നെയുള്ള മോട്ടീവ്സിലായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. ബോഡിയിൽ വരുന്ന അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും ബ്ലൗസിലും വരുന്നത്.